നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം ദൈവികമായിട്ടുള്ള ഒരു ബന്ധമാണോ എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അടുത്ത കാർഡ് ഇവിടെ 2 കപ്സ് ആണ്. അടുത്തത് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 10 ഓഫ് വാൻഡ്സ്, ദി ഹെർമിറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, 4 ഓഫ് കപ്സ്, ദി ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ജന്മത്തിലും നിങ്ങൾക്കരികിലേക്ക് വന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വിവാഹിതർ അല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കാണാവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കൂടുതൽ ധനം സമ്പാദിക്കുന്നതിൻ്റെ പിന്നാലെ ആണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ തമ്മിൽ വലിയൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ദുഃഖിച്ചിരിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഏത് സമയവും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനോടും മടുപ്പും വെറുപ്പുമൊക്കെ ഉള്ളതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പല ഓഫറുകളും നിങ്ങൾക്കരികിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സും മുഴുവൻ ഈ ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊന്നും തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി ഇവിടെ കൂടുതലും ഒരു ധനമായിട്ടാണ് കാണുന്നത്. അതായത് പക്ഷേ ഈ ഒരു വ്യക്തി ഭാവിയിലേക്ക് കരുതി വെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ധനം എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. മറ്റൊരു തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഫ്യൂച്ചറിൽ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ലൈഫ് തന്നെയാണ് കാണുന്നത്. സമൃദ്ധവും സമാധാനവുമായ ഒരു ജീവിതം നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി മറിയും ഈ ഒരു വ്യക്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്